തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കെ പ്രചാരണ വിഷയങ്ങളെ ആകെ മാറ്റിമറിച്ച് കത്തുകയാണ് FCRA നിയമ ഭേദഗതി. അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി എന്ന് വേണമെങ്കിൽ പറയാം. പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ കാണിക്കേണ്ട നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ ഭേദഗതി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ക്രൈസ്തവ സഭകൾ ഇതിനോടകം എതിർപ്പുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മറ്റ് പല ന്യൂനപക്ഷ സമുദായങ്ങളും വല്ലാത്ത ആശങ്കയിലാണ്. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ബില്ലിനെ എതിർക്കാനാണ് CBCIയുടെ തീരുമാനം. ഏകാധിപത്യപരമായ അധികാരം നൽകുന്ന ബില്ലാണ് FCRA ബില്ല് എന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ബെസോലിയസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ പറഞ്ഞു കഴിഞ്ഞു. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സഭകളുമായി ആശയവിനിമയം നടത്തിയെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ വിഷയത്തിൽ നാളെ പാർലമെന്റിൽ ചർച്ച നടക്കും. അതേസമയം കേന്ദ്രത്തിൻ്റേത് അപകടകരമായ സമീപനമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. വർഗീയ വിഷത്തോടെ സംഘപരിവാർ ചെയ്യുന്ന കാര്യമാണിതെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അതേസമയം FCRA ബില്ലിൽ പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ UDF MPമാർ തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യം നമുക്ക് ഈ വിഷയത്തിൽ ഉയർന്നു കേട്ട പ്രതികരണങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഏകാധിപത്യപരമായ ഒരു അധികാരം ഈ ബില്ലിലൂടെ നൽകപ്പെടുന്നു. സർക്കാർ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുകയോ പൗരാവകാശങ്ങൾ ധ്വനിക്കപ്പെടുകയോ ചെയ്യാം. ഈ പുതിയ നിയമം കൂടി വരുമ്പോൾ പല സംഘടനകളുടെയും പ്രവർത്തനവും നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഒരു പുനരാലോചന ആവശ്യമാണ് എന്ന് പറയുക. There are some rumors spread by the Congress Party and Communist Party in Kerala that Government of India is bringing FCRA to stop the activities of various religious organizations. This is completely false, fabricated and misleading. They should not spread lies. The bill is being proposed in the parliament and it is not for any one religious group. ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുനിന്ന് CBC ആയിട്ടോ അല്ല ക്രൈസ്തവ സംഘടനകളായിട്ട് ഇതുവരെ ഒരു ഡിസ്കഷനോ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള MPമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അവരെ പറ്റുന്ന രീതിയിൽ അവർ ഇതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷത്തുള്ളവർ എത്രമാത്രം പ്രതിരോധിക്കുമെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിപക്ഷത്തുള്ള MPമാർ നമ്മൾ കോൺടാക്ട് ചെയ്തവർ അവർ ഇതിനെതിരായിട്ട് പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും അവരുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും കവർന്നെടുക്കാൻ വർഗീയ ലക്ഷ്യത്തോടു കൂടി സംഘപരിവാർ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യമാണ്. കൃത്യമായ സ്റ്റാൻഡേർഡ് അത് തന്നെയാണ് ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലും മറ്റൊക്കെ ഉള്ളത്. ഇവിടെ വന്നിട്ട് അവന്മാർ അതെല്ലാം കഴിഞ്ഞിട്ട് ആറ്റിൻ തോലിട്ട ചെന്നായികളെ പോലെ ഈസ്റ്ററിനും ക്രിസ്മസിനും പോയി കേക്ക് കൊടുക്കും പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ വീട്ടിലും ബിഷപ്പുമാരുടെ അടുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.